നമസ്കാരം, കുട്ടികളും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് ചോദ്യങ്ങൾ എടുത്തിരുന്നത് രണ്ടും മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെയാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ടൊക്കെ തോന്നുന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇച്ചിരി വായിക്കാനൊക്കെ ഉണ്ട്. വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതിലുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിന്റെ ആൻസറുകൾ പല രീതിയിൽ കൂടെ ഒക്കെ തോന്നാം. അതാണ് ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ടൈമില്ല. എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ചിന്തിക്കുക. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, ചെറിയ കാര്യമാണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. How many different matrices of orders are possible with the elements containing all primes less than 30? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞാലും ഒന്നുകൂടെ നമ്മൾ വായിക്കാൻ തോന്നും ഓട്ടോമാറ്റിക് ആയിട്ട്. കാരണം നമുക്ക് ആദ്യത്തെ വായന കൊണ്ടൊന്നും മനസ്സിലായിട്ടില്ല. രണ്ടാമത് വായിക്കും, മൂന്നാമത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒത്തിരി ലെങ്തി ആണെങ്കിലുള്ള പ്രോബ്ലം വായിക്കാൻ കുറെ സമയം എടുത്തു പോകും. ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ എളുപ്പം തീരുമെങ്കിലും ചിലപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ ഇച്ചിരിയേ ഉള്ളൂ. ഓക്കെ, ഹൗ മെനി ഡിഫറെന്റ് ഓഫ് മെട്രിസസ് ഓഫ് ഡിഫറെന്റ് ഓർഡേഴ്സ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ്. ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ. പല ഓർഡറുകൾ ഉണ്ടല്ലോ, നമുക്കറിയാം 2/3, 3/2, നമ്മളിങ്ങനെ ഓർഡറുകൾ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ എത്ര ഡിഫറെന്റ് ഓർഡറുകൾ നമുക്ക് ഫോം ചെയ്യാം. എങ്ങനെയാ? വിത്ത് എലമെന്റ്സ് കണ്ടെയ്നിങ് ഓൾ പ്രൈംസ് ലെസ് ദാൻ 30. ഓൾ പ്രൈംസ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞാൽ 30 താഴെയുള്ള പ്രൈംസുകളും കൊണ്ട്. അപ്പൊ ഇപ്പൊ എളുപ്പം തീരും. 30 താഴെയുള്ള പ്രൈംസുകൾ നമുക്കറിയാം. പ്രൈംസുകൾ 30 താഴെയുള്ള ആരൊക്കെയാണ്? സ്റ്റാർട്ട് ചെയ്ത് 2, 3, 5, 7, 11, 13, 17, 19. ഇതിപ്പോ 20ക്ക് താഴെ വരെയുള്ളതായിട്ടുണ്ട്. ഇനിയുണ്ട് 23 ഉണ്ട്, 29 ഉണ്ട്. ഇത്രയാണ് 30 താഴെയുള്ള പ്രൈംസ്. ഇത്രയും നമ്പറുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും എലമെന്റ്സുകളെ കണ്ടെയ്ൻ ചെയ്യിച്ചുകൊണ്ട് എത്ര ഡിഫറെന്റ് ഓർഡർ, അതാണ് ഇത് കണ്ടല്ലോ, ഡിഫറെന്റ് ഓർഡറുകളെ ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് നോക്കി എത്ര ഉണ്ടെന്നോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 പേരുണ്ട് അല്ലെ? ആക്ച്വലി അപ്പോൾ 10 മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് എത്ര ഡിഫറെന്റ് ഓർഡറുകൾ ഫോം ചെയ്യാമെന്നുള്ളതാണ്. 10 മെമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഓർഡറുകൾ 2/5 ആവാം. ശരിയല്ലേ? 2/5 10 മെമ്പേഴ്സ് അല്ലേ മോനെ? തിരിച്ച് 5/2 ആവാം, 1/10 ആവാം, ദാറ്റ് ഈസ് 10/1 ആവാം. നോക്കിക്കേ, വേറെ ഉണ്ടോ? ഇല്ലല്ലോ. 10 എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ ഈ 4 പേരെ ഏതെങ്കിലും ഒന്നല്ലേ ഉള്ളൂ. വേറെ നമ്പർ ഇൻഡിവിജ്വൽ 10 കിട്ടത്തില്ലല്ലോ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് 1, 2, 3, 4. അപ്പൊ 4 ഡിഫറെന്റ് ഓർഡേഴ്സ് ആണ് ആൻസർ. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ. ഇപ്പൊ നമുക്ക് ഇതെന്തുകൊണ്ടെന്ന് തോന്നുന്നില്ല, എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് പോലും തോന്നും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഈ പ്രോബ്ലം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് എ ഈക്വൽ ടു PQRS, മെട്രിക്സ് PQRS, വേർ നോക്കി ഇവിടെ തൊട്ട് വായിക്കണം. വേർ PQRS ആർ എനി 4 ഡിഫറെന്റ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 20. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവുന്നെങ്കിൽ തന്നെ നല്ലതാണ്. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ്? അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിറ്റർമിനന്റ് ആരാണ്? അപ്പൊ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, മെട്രിക്സ് PQRSനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്? 4 ഡിഫറെന്റ് പ്രൈം നമ്പേഴ്സ്. 4 പ്രൈം നമ്പേഴ്സ് ഡിഫറെന്റ്, സെയിം ആവരുത്, 4ഉം ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് ആ നമ്പറുകളുടെ പ്രത്യേകത എന്തായിരിക്കണം? ലെസ് ദാൻ 40 ആയിരിക്കണം, 20 താഴെ. അപ്പൊ നമ്മൾ 20 താഴെയുള്ള പ്രൈം എഴുതിയല്ലോ. നോക്കിക്കണ്ടല്ലോ, എക്സാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. 2 ക്വസ്റ്റൻസുകൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തൊക്കെ ഇങ്ങനെ ഒരേപോലെയൊക്കെ ഉള്ള വരും കേട്ടോ. അപ്പൊ നോക്കി, ഇത്രയാണ് നമുക്ക് 20 താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഈ 20 താഴെയുള്ള പ്രൈം നമ്പേഴ്സുകൾ ഇതിലെ ഏതോ ഒരു 4 പേരാണ് ഇവിടെ വരേണ്ടത്. ഇതിന് കിട്ടാതെ ഏറ്റവും വലിയ ഡിറ്റർമിനന്റ് ആരായിരിക്കും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഡിറ്റർമിനന്റ് ആരാ നോക്കിക്കുമനെ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഇതിന്റെ പ്രോഡക്റ്റിൽ നിന്നും ഇതിന്റെ പ്രോഡക്റ്റിനെ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് P into S അല്ലെ, മൈനസ് R into Q, അല്ലെങ്കിൽ R into Q. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് PS മൈനസ് RQ ആണ് ഇതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ Pനും Sനും Rനും Qനും ഏതൊക്കെ ഇതിനുള്ളിലെ നമ്പേഴ്സിനെ കൊടുത്താൽ ഇതിന് ഏറ്റവും വലിയ വാല്യൂ കിട്ടും? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. Pക്കും Sനും Rനും Qനും കിട്ടാവുന്നത് നോക്കിക്കേ, ഏറ്റവും വലിയ 2 നമ്പറുകളായിരിക്കണം Pക്കും Sനും കൊടുക്കേണ്ടത്. ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ആയിരിക്കാം മോനെ? 17 and 19. ഓക്കെ, അപ്പൊ 17 into 19 മൈനസ് അടുത്ത RQ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ അത്രേ ഉള്ളൂ.
കണ്ടല്ലോ, ക്ലിയർ ആയില്ലേ? ആ മീനിങ് ഏറ്റവും ചെറിയ നമുക്ക് ഏറ്റവും ആൻസർ ഏറ്റവും വലുതാണ് കേട്ടോ. മാക്സിമം വാല്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതിൽ നിന്നും ഏറ്റവും ചെറുത് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ആൻസർ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പൊ അതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. That is 17 into 19 minus 6 into Q എന്ന് പറയുമ്പോൾ 2 into 3. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 2 into 3 6 എന്നങ്ങ് അറിയാതെ പോയി. 17 into 19. 17 into 19 ഒക്കെ ചെയ്യാനുള്ള പല വഴികളുണ്ട്. 17 into 20 ചെയ്യണം. 17 into 20 എത്ര മോനെ? ആൻസർ 340 അല്ലയോ? 340 നിന്നും ഒരു 17 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ആൻസർ ഈസ് 323. കേട്ടോ? അപ്പൊ 323 മൈനസ് 6 ആൻസർ 370. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി 370. ഇത്രേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് രണ്ട് എൻട്രൻസ് ക്വസ്റ്റ്യൻസുകൾ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ പഠിക്കണം. കാരണം ക്വസ്റ്റ്യനൊക്കെ ഇച്ചിരി വലുതായിട്ട് തോന്നുമെങ്കിലും വായിച്ചാൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകളൊക്കെ വരും. പിന്നെ ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് കിട്ടും, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അതേപോലെ NDA 2 എക്സാം അപ്പിയർ ചെയ്യാം എന്നുള്ള രീതിക്കുള്ള ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് ഉള്ള ഇന്ത്യക്കുള്ള കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതായാലും നല്ല രീതിക്കുള്ള ക്ലാസ് കിട്ടി. ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ട്രിക്സുകളും എല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. ജോയിൻ ചെയ്യാൻ താഴെ തന്നിട്ട് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.